ഗുഡ് ഈവനിങ്. ഇന്നത്തെ ചെറിയ വാക്യം: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34 അധ്യായം 18 വാക്യം. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ദാവീദ് രാജാവ് അബിമേലെക്കിൻ്റെ അടുത്ത് ബുദ്ധിമാന്യമൊക്കെ നടിച്ചു. എന്നാൽ അവിടെ നിന്ന് ദാവീദിനെ ഓടിച്ചു. ഒരു ഗുഹയിൽ ചെന്ന് അഭയം പ്രാപിച്ചു. അവിടെ എഴുതിയ സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവനെ അവൻ രക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ വിനയാതീതരാകുക. നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് അധികമായി ലഭിക്കും. ഒരു വലിയ പ്രത്യാശയാണ് നമ്മുടെ ജീവിതം. ഏത് ജീവിത സാഹചര്യത്തിലും ഏത് നേറിയ അനുഭവത്തിലും മനുഷ്യ കരങ്ങൾ നമ്മളെ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കേണ്ടത് ആവശ്യമില്ല. നമുക്ക് നോക്കുവാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ കരങ്ങളിലേക്ക് നമ്മുടെ മുഖത്തെ തിരിച്ചാൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്കൊരു ഡെലിവറൻസ് ഉണ്ട്, ഒരു പ്രത്യാശയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം നമുക്ക് കഷ്ടതയില്ലാതെ ഒരു ജീവിതമല്ല, ആ കഷ്ടതയിൽ നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ള പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് തന്ന ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണേ. ആരെങ്കിലും ഭാരത്താലും വിഷമത്താലും ആയിരിക്കുന്നവർ, ഹൃദയം തുറങ്ങിയ അവസ്ഥയുണ്ടെങ്കിൽ കർത്താവ് അവരുടെ മധ്യേ ഇറങ്ങിച്ചെല്ലണമെന്ന് അപേക്ഷിക്കുന്നു. ആമീൻ.